കണ്ടു കൊതി വന്നിട്ട് ഒരുപാട് നാൾ മുന്നേ സേവ് ചെയ്ത് വെച്ചിരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് അല്പം തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തൈരൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള അളവിൽ എടുക്കാം കേട്ടോ. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും പാകത്തിന് മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു കഷ്ണം മുറിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാളയുടെ പകുതി ഇതുപോലെ കനം കുറച്ച് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മൂത്ത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഈ ഒരു ചൂടുള്ള എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ അതൊന്ന് മൂത്തോളും. എന്നിട്ട് നമുക്ക് ഈ ഒരു തൈരിൻ്റെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സൈഡ് ഡിഷ് റെഡിയായി. ചോറിൻ്റെ കൂടെയാണ് കേട്ടോ ഇത് ഏറ്റവും അടിപൊളി. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.